ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നിങ്ങൾ ടൈറ്റിൽ കണ്ടില്ലേ, അപ്പോൾ നമുക്കൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയാലോ? വായോ, ആദ്യം തന്നെ നമുക്ക് മാമ്പഴ പുളിശ്ശേരിയുടെ എന്തൊക്കെ വേണമെന്ന് നോക്കാം. ഓക്കേ, അപ്പം നമ്മുടെ ഈ കുഞ്ഞു ജാറിയിൽ നമ്മൾക്ക് തേങ്ങ അരയ്ക്കണം. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞു ജാറിയിൽ നമ്മൾ എന്താ വെച്ചാൽ മിക്സിയുടെ ജാറിയിൽ നമ്മൾ ആവശ്യത്തിനുള്ള തേങ്ങ ഇടാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു അരമുറി തേങ്ങയാണ്, ഒരു തേങ്ങയുടെ പകുതി തേങ്ങ, അരമുറി തേങ്ങയാണ്. അരമുറി തേങ്ങ നമ്മൾ ഈ മിക്സി ജാറിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ചരുകിയ തേങ്ങയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചരുകിയ തേങ്ങ നമ്മളിതാ മിക്സിയിൽ ഇടുന്നുണ്ട്. ഇതിന് ശേഷം നമ്മൾ 2-3 ടീസ്പൂണ് തൈര്, 2-3 ടീസ്പൂണ് തൈര്, നിങ്ങൾ പുളി അനുസരിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ മാമ്പഴ പുളിശ്ശേരിക്ക് ആവശ്യത്തിന് പുളി, എരിവും മധുരവും ഉപ്പൊക്കെ വേണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ഇവിടെ തൈര് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഓക്കെ, മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ആവശ്യത്തിന് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് എരിവ് വേണമല്ലോ, അപ്പോൾ എരിവിന് ആവശ്യമായിട്ടുള്ളത് മുളകാണ്. അപ്പോൾ ആവശ്യത്തിന് മുളക് വേണം. നന്നായിട്ട് നമ്മൾ പേസ്റ്റ് രൂപത്തിൽ നമ്മൾ ഇത് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് അത് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മൾ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് ഗ്യാസ് ഒന്ന് കത്തിക്കുക കേട്ടോ. ഗ്യാസ് കത്തിച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് എന്തോരം മാങ്ങ വേണം. ഇപ്പം ഞാൻ 4 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്, നല്ല പഴുത്ത മാങ്ങ, നല്ല മധുരമുള്ള മാങ്ങ പഴുത്തത്. അപ്പോൾ ആ മാങ്ങ എടുത്തു, അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഈ വെള്ളം ഒരുവിധമായി വരുമ്പോൾ ഒന്ന് കുറുകി വരുമ്പോൾ നമ്മൾ ഇതിൽ കാണുന്ന പോലെ തന്നെ കുറുകി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് എന്തൊഴിക്കണം? നമ്മൾ ശർക്കര പാനി ഒഴിക്കണം. ഒന്നുകിൽ നിങ്ങളുടെ എന്താ പറയുക, ഈ കരടില്ലാത്ത ശർക്കര ആണെങ്കിൽ ശർക്കര ഇടാം, അല്ലെങ്കിൽ നമുക്ക് ശർക്കര പാനിയായിട്ട് ശർക്കര പാനി ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലൊരു ഗ്ലാസ് ശർക്കര പാനി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തള വന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിക്കണം. ഇത് ഞാൻ നെയ്യിലാണ് തയ്യാറാക്കുന്നത്. ഇത് കോവിലത്തെ മാമ്പഴ പുളിശ്ശേരി ആയതുകൊണ്ട് നെയ്യിലാട്ടോ തയ്യാറാക്കണത്. അപ്പോൾ ഞാനൊരു റെസിപ്പി നമ്മുടെ യൂട്യൂബിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. കോവിലത്തെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും കേട്ടോ. അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ നമ്മൾ അരച്ച് തയ്യാറാക്കിയില്ല തേങ്ങക്കൂട്ട് മിക്സിയിൽ, അത് ഇട്ടിട്ട് നമ്മളൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. അതായത് ഇളക്കി കൊടുക്കണം, നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് പേസ്റ്റ് നന്നായിട്ട് അരിഞ്ഞിട്ട് വേണം കേട്ടോ നമ്മളിതിൽ ഇടാനായിട്ട്. നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇത് നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി എല്ലാ സ്ഥലത്തും എത്തണം കേട്ടോ. അപ്പോൾ ഉപ്പും മുളകും ഇതൊക്കെ പിടിക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഓക്കെ, മൂടി വെച്ചിട്ട് ഒന്ന് ആവി വരുമ്പോൾ നമുക്കിതിലേക്കൊന്ന് നമ്മൾ ഇതുവരെയായിട്ട് ഉപ്പ് ചേർത്തിട്ടില്ല, ഉപ്പ് ചേർക്കണം. ഓക്കെ, എരിവ്, ഉപ്പ്, മുളക് ഒക്കെ പുളി ആവശ്യത്തിന് വേണം. അതാണ് ഇതിൻ്റെ റെസിപ്പിയിലൊന്ന് മെയിനായിട്ട് കേട്ടോ. ഇത്തരം ചേരുവകൾ ഉള്ളതാണ് മാമ്പഴ പുളിശ്ശേരി എന്ന് പറയണത്. നമ്മളിത് ഇളക്കി കൊടുത്തിട്ടുണ്ട്, മൂടി വെച്ചു. ഇനി നമ്മൾ അത് മാറ്റിയിട്ട് ആ ചീഞ്ചട്ടി മാറ്റി വെച്ചിട്ട് വേറൊരു ചീഞ്ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 2 ടീസ്പൂണ് നെയ്യാണ് ഒഴിക്കുന്നത്. ഇത് ഞാൻ നെയ്യിലാണ് തയ്യാറാക്കുന്നത്. നിങ്ങൾക്കിതിന് പകരം വെളിച്ചെണ്ണയിലും തയ്യാറാക്കാം, നല്ല വെളിച്ചെണ്ണയിലും തയ്യാറാക്കാം. അപ്പോൾ ഞാൻ 2 ടീസ്പൂണ് 2 ടീസ്പൂണ് നെയ്യ് ആഡ് ചെയ്തിട്ടുണ്ട്. ആ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ കടുക് കുട്ടന്മാരെ ഒന്ന് ആഡ് ചെയ്യാം. കടുക് കുട്ടന്മാരൊന്ന് പൊട്ടി വരട്ടെ, എന്നിട്ട് നമുക്ക് ഉലുവക്കുട്ടന്മാരിടാം. ഉലുവിട്ടു, കടുക്, ഉലുവ, വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് വറ്റൽമുളക് ഒരു 5-6 ഇട്ടോട്ടോ, 4-5-6 ഇടാം. എന്നിട്ട് ഇട്ടിട്ട് നമുക്കിതിലേക്ക് നമ്മുടെ കരിവേപ്പില ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. ഈ ഒരു കൂട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ വേറെ ഒരു ചേരുവകളില്ല, ഇത്ര ഉള്ളിയൊന്നുമില്ല. അത് ഇത്ര എടുത്തിട്ട് നമ്മുടെ ആദ്യം തയ്യാറാക്കിയ ഇതുണ്ടല്ലോ മാങ്ങക്കൂട്ട്, അതിലേക്ക് ഒഴിക്കുക. നമ്മുടെ ഈ വറ്റൽമുളക് മൂപ്പിച്ചത് നമ്മളിതിലേക്ക് ഇടാം. കടുകും വറ്റൽമുളകൊക്കെ മൂപ്പിച്ചത് പഴുത്ത മാങ്ങയിലേക്ക് ഇടാം. അത് ഇത്ര ഉള്ളൂ നമ്മുടെ റെസിപ്പി, മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പി ഇത്ര ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. തയ്യാറാക്കി നോക്കുക. ഞാൻ കഴിച്ചു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഒന്ന് തയ്യാറാക്കി നോക്കട്ടെ, ഈ ചേരുവകളൊക്കെ ഒന്ന് ഉപയോഗിച്ച് തയ്യാറാക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇത് കോവിലത്തെ തമ്പുരട്ടിമാർ ഉണ്ടാക്കിയൊരു റെസിപ്പിയാണ്. വീഡിയോ കണ്ടിട്ട്
എനിക്കിഷ്ടപ്പെട്ടിട്ട് ഞാൻ തയ്യാറാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ മൺചട്ടിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എനിക്ക് മൺചട്ടി കിട്ടിയില്ല, സാധാരണ ചീഞ്ചട്ടിയിലാണ് കേട്ടോ ഞാൻ ഇത് വേവിച്ചേക്കണത്, ഉണ്ടാക്കിയേക്കണത്. അപ്പോൾ ഇത്ര ഉള്ള വീഡിയോ. താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.